എൻ രാമൻ നായർ അന്നത്തെ ഡോക്ടറാ. ഇത് ശങ്കുണ്ണി റൈറ്റർ, തലശ്ശേരിക്കാരനാണ്. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പോയില്ല. നല്ല ഓർമ്മയുണ്ടോ? പിന്നെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നോ? ഈ വടയനാട് എസ്റ്റേറ്റിന്റെ സൂപ്രണ്ടായിരുന്നു. അത് ഈ എസ് കൃഷ്ണയ്യരുടെ തോട്ടമായിരുന്നല്ലോ വടയനാട് എസ്റ്റേറ്റ്, കോട്ടയം. എസ് കൃഷ്ണയ്യർ എന്ന് പറയുന്ന, പിന്നെ ഇപ്പൊ കോട്ടയത്ത് ഈ കേരള കോൺഗ്രസിന്റെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നു, അത് എസ് കൃഷ്ണയ്യരുടെ വീടാണ്. അന്നത്തെ ലീഡിങ് അഡ്വക്കേറ്റ് അയാള് കോട്ടയത്ത്. അപ്പം രാജഭരണകാലത്ത് തിരുവനന്തപുരത്ത് ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഏറ്റവും പിടിപാടുള്ള ബ്രാഹ്മിൻസ് ആയിരുന്നു, പട്ടന്മാരായിരുന്നു. അപ്പം സരസ്വതി അതുപോലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നല്ലോ ഇവിടുത്തെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. അക്കാലത്ത് പിന്നെ ബ്രാഹ്മിൻസിന്റെ സ്വാധീനം ഉപയോഗിച്ച് പൂഞ്ഞാർ കോവിലാകുമ്പോൾ സ്ഥലമാണല്ലോ ഇതെല്ലാം. അപ്പം ആ പൂഞ്ഞാർ കോവിലാകുന്ന സ്ഥലമാണ് മർബി സാഹിബും 99 കൊല്ലത്തേക്ക് പാട്ടത്തിനെടുത്തത്. അങ്ങനെയാണ് ഇവിടെ ഈ എൻഡയർ എസ്റ്റേറ്റ് തുടങ്ങുന്നത്. പൂഞ്ഞാർ കോവിലല്ലേ? അതെ, പൂഞ്ഞാർ കോവിലാകുമ്പോ സ്ഥലമാണ്. അതിവിടെ മാത്രമല്ല, ഈ നമ്മുടെ ഈ കണ്ണന്തേവൻ കമ്പനി ഇരിക്കുന്ന മൂന്നാറുണ്ട്, അവിടെ പിന്നെ ആ ഏരിയ, അതുപോലെ അഞ്ചുനാടെന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് മൂന്നാറിന് കിഴക്ക്, മറയൂര്, കാന്തല്ലൂര്, വട്ടവട, കീഴാന്തൂര്, കാരയൂര്, ഇങ്ങനെ 5 ഊരുകൾ ചേർന്ന ഒരു പ്രദേശം. അതും പൂഞ്ഞാർ രാജാക്കന്മാരുടെ. പൂഞ്ഞാർ രാജാക്കന്മാർ പണ്ട് പിന്നെ പാണ്ഡ്യരാജവംശക്കാരവിടെ, അവര് തിരുവിതാംകൂറിൽ നിന്ന് അഭയം പ്രാപിച്ചത്. അങ്ങനെയാണ് പൂഞ്ഞാറും ഇങ്ങനെ ഏറിയ തിരുവിതാംകൂർ രാജാവർക്ക് പിന്നെ വിട്ടുകൊടുത്തത്. അപ്പൊ അങ്ങനെ വന്നപ്പം നമ്മുടെ ഈ കുപ്പായക്കുഴി ഉണ്ടല്ലോ, കുപ്പായക്കുഴിയിലുള്ള ഒരു ചെറിയ പിന്നെ അരുവിയുണ്ട്, അവിടെ വേണം ഈ പൂഞ്ഞാർ കോവിലത്തിന്റെ ബൗണ്ടറി. അവിടം വരെയാണ് പൂഞ്ഞാർ കോവിലാകുമ്പോ. അപ്പൊ മർബി സാഹിബ് ആദ്യം വന്നിട്ട് പൂഞ്ഞാരി തമ്പുരാനെ പോയി കണ്ടിട്ട് 15 പവൻ കാണിക്ക് വെച്ചു. അന്ന് വനമായിട്ട് കിടക്കുകയും. അപ്പം ഇങ്ങനെ സാഹിബ് സ്ഥലം മേടിച്ച് സാഹിബിന് ഇഷ്ടമുള്ളിടത്തോളം സ്ഥലം എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് മർബി സാഹിബ് ഇവിടെ തോട്ടം നടക്കുന്നത്. അത് 99 കൊല്ലത്തെ പാട്ടത്തിനാണ്. അങ്ങനെയാണ് എൻഡയർ എസ്റ്റേറ്റ് തുടങ്ങുന്നത്. അതിനോടനുബന്ധിച്ചാണ് പിന്നീട് ഇവിടെയെല്ലാം ജനങ്ങൾ ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ കുടിയേറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് എൻഡയറിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഒരു സംശയം എന്ന് ചോദിച്ചാൽ, നമ്മുടെ പൂഞ്ഞാറ് കോവിൽ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ തന്നെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ആധാരങ്ങളിലൊക്കെ, നമ്മുടെ ആധാരങ്ങളില്ലേ, ആധാരം പട്ടയത്തിലേക്ക് ഈ പൂർണ്ണി ദേവസ്വം കാണിക്കുന്നത് അതോ അന്നേരം അതൊക്കെ പറഞ്ഞു തരാം. അതായത് ഞങ്ങളൊക്കെ ഈ സ്ഥലം മേടിക്കുന്ന കാലം പോലും ഇത് പാട്ടഭൂമിയാണ്. അന്ന് കര മേടിക്കുന്ന പാട്ടക്കരം അടച്ചോണ്ടിരുന്നു. അത് പിന്നെ പൂവരണി ദേവസ്വത്തിലോട്ടാണ് അന്ന് കര അടച്ചോണ്ടിരുന്നത്. അത് 1970 ഈ ഭൂനിയമങ്ങൾ പരിഷ്കരിച്ചു വന്നു. പിന്നെ അത് ആദ്യം ഗൗരിയമ്മയുടെ കാലത്ത്, അത് കഴിഞ്ഞ് അതിനെ തിരുത്തി എഴുതി PT ചാക്കോയുടെ കാലത്താണ് വീണ്ടും അത് പരിഷ്കരിച്ച് ഭൂപരിഷ്കരണം വന്നപ്പോൾ ഈ പാട്ടഭൂമിക്കൊക്കെ പട്ടയം കൊടുത്തു. അങ്ങനെയാണ് പട്ടയം കിട്ടുന്നത്. അന്ന് മുതലാണ് പട്ടയഭൂമിയാണ്. അതിനു മുമ്പ് പാട്ടഭൂമിയായിരുന്നു. അങ്ങനെ പട്ടയം കൊടുത്ത ഇനത്തിൽ പിന്നെ നല്ല ഏരിയ ഒക്കെ കിട്ടിയ ആൾക്കാർ ധാരാളമുണ്ട്. കാരണം ഒരു കാശ് കൊടുക്കാതെ ഒരു പട്ടയം പിടിച്ചു. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ പല വാദ്യന്മാരോട് ആ പേര് പറയുന്നത് ശരിയല്ല. വിദ്യാലയങ്ങളിൽ പൈപ്പ് വാട്ടർ
എല്ലാ വീടുകളിലും കക്കൂസും സാനിറ്റേഷനും വളരെ നിർബന്ധമായിരുന്നു. എല്ലാ വീടുകളുടെയും മുറ്റം തോട്ടത്തിലെ ജോലിക്കാർ വന്ന് രാവിലെ അടിച്ച് വൃത്തിയാക്കുക. അങ്ങനെ 5-6 തൂപ്പുകാരുണ്ടായിരുന്നു. തന്നെയല്ല, അന്ന് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തായിരുന്നു ഈ വാർഡ്. മനസ്സിലായി? പൂഞ്ഞാർ തെക്കേക്കര വാർഡായിരുന്നു. വാർഡിലെ ഏറ്റവും കൂടുതൽ കെട്ടിട നികുതി കിട്ടിയിരുന്നു ഏന്തേറ്റിൽ. അന്ന് സത്യം പറഞ്ഞാൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പരിഹാരമാർഗം ഏന്തേറ്റില് കെട്ടിട നികുതിയായിരുന്നു. അതുപോലെ കെട്ടിടങ്ങളുണ്ട്. കാരണം അവസാനം ഇത് തൊഴിലാളിക്ക് വേണ്ടി എഴുതി വെച്ച ഈ എസ്റ്റേറ്റ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് കൊണ്ടു നടത്താൻ വേണ്ടി വിൽപ്പത്രം എഴുതി വെച്ചാൽ ആ വിൽപ്പത്രമൊക്കെ പോയോ? ആ വിൽപ്പത്രം വലിച്ചു തീർക്കാവുന്ന കാര്യം സമരം മൊത്തത്തിൽ. അങ്ങനെ എപ്പോഴാ സമരം? അങ്ങേരെ അവസനായി അങ്ങേരെ ഈ ഫീൽഡിലൊക്കെ എടുത്തോണ്ട് നടക്കുക. അങ്ങനെ ഫീൽഡിൽ പോകണമെന്ന് നിർബന്ധം. അപ്പോൾ ഒരു മഞ്ചം പോലെ ഉണ്ടാക്കി 4 പേര് കൂടി ഇയാളെ എടുത്തോണ്ട് ഫീൽഡിൽ കൂടെ ഒക്കെ പോകുമായിരുന്നു അവസാന കാലത്ത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സമരങ്ങൾ വരുന്നത്. കാരണം യൂണിയൻ ഫോം ചെയ്യാൻ, അന്ന് യൂണിയനുകൾ ഫോം ചെയ്യുന്ന കാലമാണ്. ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്ന് പ്ലാന്റേഷൻ ലേബർ ആക്ട് നിലയിൽ വന്നപ്പം മറ്റു തോട്ടങ്ങളിലൊക്കെ ആവശ്യതയുണ്ടായിരുന്നു, ഭയങ്കര ആവശ്യം. ഇവിടെ സുഖമായ എസ്റ്റേറ്റാണ്. എന്തെല്ലാം സൗകര്യമാണ്. നല്ല ചികിത്സാ സൗകര്യമുണ്ട്. ആശുപത്രി എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലാ ആശുപത്രി പോലും അന്നത്ര സൗകര്യമില്ല. എന്നിട്ട് ഇവിടുത്തെ തൊഴിലാളിക്ക് ഇവിടെ കൊണ്ട് തീർന്നില്ലേ ഉടനെ ബെല്ലൂർ ആശുപത്രിയിലാണ് വിടുന്നത് പുള്ളിയുടെ തലയിൽ. എൻ്റെ അമ്മയ്ക്ക് ഗ്ലൂക്കോമ ബെല്ലൂർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു. ഇവിടുത്തെ ആശുപത്രിയിൽ ഉണ്ടായതാ ഞാൻ. ഇവിടുത്തെ ആശുപത്രിയിൽ ഉണ്ടായതാ ഞാൻ. ഇവിടുത്തെ ആശുപത്രി ഉണ്ടായതാന്ന്. ആണോ? ഏതുമല്ല 80. അന്ന് രാമൻ നായരുടെ അവിടുത്തെ നമ്മുടെ ഗ്രൗണ്ടിന്റെ ഫ്രണ്ടിലത്തെ അന്ന് രാമൻ നായരുടെ ആശുപത്രി. തോട്ടത്തിലല്ല, തോട്ടത്തിൽ അതിന് മുമ്പ് തീർന്നല്ലോ. 80-ലല്ലേ? 80. ചാണ്ടിയ ഒരു ഡോക്ടർ ചാണ്ടി വാടകയ്ക്ക് എടുത്ത് നടത്തുക അന്നൊക്കെ പ്രൈവറ്റ് ആയിപ്പോയി. മർപ്പി സാഹിബിന്റെ ആശുപത്രി അല്ല. അപ്പൊ മർപ്പി സാഹിബിന്റെ ആശുപത്രിയുടെ പ്രസവമാണ് ഇപ്പോഴും ആ നടുക്കിരിക്കുന്നത് കിട്ടുന്നത്. നമ്മുടെ ഈ പാപ്പഞ്ഞാന്റെ കടയുടെ പുറകെ ദിവസം അല്ലേ? അത് ചിൽഡ്രൻസ് വാർഡാ. ജനറൽ വാർഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. അതൊക്കെ പൊളിച്ചു പോയി. പിന്നെ ഈ പകർച്ചവ്യാധിക്കാർക്ക് ആറ്റിയണ്ടിയിലായിരുന്നു വാർഡ്, ഈ വസൂരി പോലെയൊക്കെ. അങ്ങനെയൊക്കെ അല്ല എന്തെല്ലാം. അതുപോലെ ഈ ആശുപത്രിയുടെ മുറ്റം പറഞ്ഞാൽ ഭയങ്കര ഗാർഡനാണ്. മനസ്സിലായത്? എന്നിട്ട് അതിനൊരു ഗാർഡനുണ്ട്. ടീ ഫാക്ടറിയുടെ ഫ്രണ്ടിലും ഭയങ്കര ഗാർഡൻ, അതിനൊരു ഗാർഡനുണ്ട്. പിന്നെ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഗാർഡനായിരുന്നു. ഇതിന് മുകളിൽ അതെല്ലാം ഇട്ട് നശിപ്പിച്ച് കിടന്നത്. അങ്ങനെ എന്തെല്ലാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അയാളുടെ മഹാനമസ്കരി. അപ്പൊ അങ്ങനെ മടുത്തിട്ടാണ് ഈ തോട്ടം അങ്ങനെ വിറ്റത്. തൊഴിലാളിക്ക് എഴുതി വെച്ച് പുള്ളിയെ ഇന്നിടത്ത് കുഴിച്ചിടണമെന്ന് പറഞ്ഞ സാധനം കാണിച്ചു കൊടുത്ത് അങ്ങേര് മരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട ചെലവിനുള്ള കാശ് വിജയപുരം ബിഷപ്പിനെ ഏൽപ്പിച്ച് എല്ലാ സജ്ജീകരണവും ചെയ്തിരിക്കുക. പുള്ളി ഭരിക്കാൻ തയ്യാറായിരിക്കുമ്പോഴാണ് ഇവിടെ ഈ സമരം തൊഴിലാളിക്ക് വേണ്ടി എഴുതിയും വെച്ച് എന്നിട്ട് ഈ സമരക്കാരുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ വെള്ളക്കാരൻ കൊള്ളക്കാരൻ എന്നും രാവിലെയും വൈകിട്ടും പ്രകടനം. ഇതും കേട്ട് പുള്ളിക്ക് ഒരു രക്ഷയില്ല. കുറേ പേര് അങ്ങേരോട് താല്പര്യമുള്ള അവരെല്ലാം കൂടെ ഓടി ബംഗ്ലാവിൽ ചെല്ലും. സാഹിബ് തന്നെ ഞങ്ങളെ പിരിച്ചു വിടണമെന്നുണ്ട്. എന്നിട്ട് എനിക്ക് അന്നത്തെ ഒരു തൊഴിലെന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികളൊക്കെ ഓടിയ തന്നെ ഈ സാഹിബിനൊരു എഴുത്ത് തരണം, സാഹിബ് തന്നെ ഞങ്ങളെ പിരിച്ചു വിടണം എന്നും പറഞ്ഞ് എഴുത്ത് വേണമെന്നും പറഞ്ഞാൽ ഞാനാണ് എഴുതി കൊടുത്ത് വിടുന്നത്. അങ്ങനെ എത്രയോ തൊഴിലാളികളാണ്. എന്നിട്ട് അങ്ങേര് തന്നെ കാശ് കൊടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ട് ഒത്തിരി പേരുണ്ട് തമിഴരാണ്. അതുപോലെ ഈ തമിഴർ ഇവിടെ ജോലി ചെയ്ത് ജോലിക്കാർ നാട്ടിൽ പോയവരെയൊക്കെ ഇവിടുന്ന് ഒരു പ്രത്യേകം സ്റ്റാഫിനെ വിട്ട് അവരുടെ സർവേ എടുത്ത് അവരുടെ മുഴുവൻ എടുത്തിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇതെല്ലാം അങ്ങനെ ചെയ്തു വെച്ചിരിക്കുക മരിക്കാൻ തയ്യാറായിട്ട്. അന്നേരമാണ് ഈ സമരം വന്ന് തോട്ടം ലോക്കൗട്ട് ഇതിങ്ങനെ കിടന്ന് അങ്ങനെ മനസ്സ് കൊടുത്താണ് ഈ പറഞ്ഞ വിൽപ്പത്രം വലിച്ചു കയറിയിട്ടാണ്. ഈ സമരം ആരാ? ഇവിടുത്തുകാർ തന്നെയായിരുന്നോ? പിന്നെ ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ, പിന്നെ
അന്ന് ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ, പിന്നെ കോൺഗ്രസിന്റെ INTUs, ഇവര് തമ്മിൽ മത്സരമാണ്. അപ്പം ബാക്കി തോട്ടങ്ങളൊക്കെ അവശതയുണ്ട്, അവിടെ എല്ലാം യൂണിയൻ ഉണ്ട്. ഇവിടെ അവശതയില്ലാത്തിടത്ത് തൊഴിലാളിയെ കിട്ടുന്നില്ല. അപ്പം ഇവിടെ യൂണിയൻ ഫോം ചെയ്യാൻ സാധിക്കുക എന്നുള്ള അവരുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കാണും. അപ്പം അതിനുവേണ്ടി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി. സമര നേതാക്കന്മാരൊക്കെ ഓർമ്മയുണ്ടോ? സമര നേതാക്കന്മാരൊക്കെ ഓർമ്മയുണ്ടോ? അന്നത്തെ മുഖ്യ നേതാവാണ് കൃഷ്ണപ്പൻ. അതെയോ? കൃഷ്ണപ്പൻ എന്ന പിന്നെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ AKTT യൂണിയൻ എന്ന് പറയും, അതിൻ്റെ ഇവിടുത്തെ നേതാവ്. അതിൻ്റെ AKTT യൂണിയന് പല തോട്ടങ്ങളിലും യൂണിയൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ലീഡർ എന്ന് പറയുന്ന ഒരു പിന്നെ ഞങ്ങളുടെ PP വിൽസൺ. PP വിൽസൺ എന്ന് പറഞ്ഞാൽ അയാൾ ഈ അന്തറപ്പേർ ഫാമിലിയാണ് ചേർത്തല, വലിയ പണക്കാരാണ്. അവിടുത്തെ മെമ്പറായി PP വിൽസൺ. PP വിൽസൺ നേതൃത്വത്തിലുള്ള സംഘടന, അവർക്കാണ് NDAT, പിന്നെ അവർക്ക് വേണ്ടിയാണ് ഈ കൃഷ്ണപ്പൻ സമരം ചെയ്തത്. കൃഷ്ണപ്പനൊക്കെ കുറെ ആള് ജയിലിലൊക്കെ കിടന്നത് സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ ഒരു ന്യായീകരണവും ഇല്ലാത്ത സമരങ്ങളായിരുന്നു. ഈ രാമൻചേട്ടൻ്റെ റോൾ തന്നെ പാലൂർ രാമൻചേട്ടൻ. പാലൂർ രാമൻ വേറൊരു ലൈനാണ്. പാലൂർ രാമൻ പിന്നെ ആദ്യം കോൺഗ്രസിന്റെ ഭയങ്കര പ്രവർത്തനമായിരുന്നു. അത് കഴിഞ്ഞാൽ പുള്ളി അവസാനമാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആകുന്നത്. പിന്നെ അതിനകത്ത് വേണ്ട പ്രശ്നം ഉണ്ടാക്കി അവരതിൽ നിന്ന് ചാടിച്ചു. അവിടെ അങ്ങനെ പുള്ളിക്ക് അവിടത്തും ഉറച്ചു വയ്ക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ സായിപ്പ് ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞിട്ട് ഈ എസ്റ്റേറ്റ് എന്തായി? അത് പറയാം. ഈ 1930 കാലത്ത് ലോകമൊട്ടുക്കൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. അപ്പം ആ അവസരത്തിൽ അന്ന് ലേബർ നിയമങ്ങളോ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. ഭരണഘടന വന്നേ പിന്നെയല്ലേ, അന്ന് ബ്രിട്ടീഷ് ഭരണകാലമല്ലേ. അപ്പം അന്ന് ഈ സാമ്പത്തിക മാന്ദ്യം വന്നപ്പം ഈ മുണ്ടക്കയം പ്രദേശത്തെ എല്ലാ എസ്റ്റേറ്റുകളും ലോക്കൗട്ട് ചെയ്തു. എല്ലാം തോട്ടങ്ങൾ പൂട്ടി. മർഫി സാഹിബ് മാത്രം പൂട്ടിയില്ല. കാരണം അങ്ങേർക്ക് അവിടെ ഐഡിയ എന്ന് പറഞ്ഞാൽ റബ്ബറിന് വില കുറഞ്ഞാലും പിന്നെ ആദായം വർദ്ധിപ്പിച്ച് അതിനെ റിക്കവർ ചെയ്യാമെന്നുള്ള അടിസ്ഥാനത്തിൽ അങ്ങേര് അതിന് ഗവേഷണം, മുണ്ടക്കയത്തൊരു ഗവേഷണ കേന്ദ്രം ഉണ്ടായി, മൈക്കോളജി എന്നും പറഞ്ഞു, മർഫി സാഹിബിൻ്റെ റബ്ബർ ഗവേഷണ കേന്ദ്രം. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ബഡിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മർഫി സാഹിബ് ബഡിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ഈ ഇല പൊഴിയാതെ ഇരിക്കാൻ വേണ്ടി ബോർഡോ വെച്ചിട്ട് അടിക്കുക, ഇങ്ങനെയുള്ള സയൻറ്റിഫിക്കൽ ഫീൽഡിലേക്ക് മർഫി സാഹിബ് തിരിയുകയും അങ്ങനെ പിടിച്ചു നിന്നു. ബാക്കി തോട്ടങ്ങളിൽ അടച്ചുപോയി. എന്നിട്ട് ഈ മർഫി സാഹിബ് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടാൻ വേണ്ടി അങ്ങേരെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇംഗ്ലണ്ടിൽ തിരിച്ചു പോയിട്ടുള്ളൂ. അത് 1930 പോയത്. തിരിച്ചു പോയത് ഈ മർഫി സാഹിബിനൊന്ന് പിന്നെ ഏന്തയാർ സ്റ്റേറ്റ്, പിന്നെ പാമ്പാടുംപാറ ഏലത്തോട്ടും, അതുപോലെ പുനലൂരിനടുത്ത് പിന്നെ ഒരു രാജഗിരി എസ്റ്റേറ്റ്, പിന്നെ ഒരു ലക്ഷ്മി എസ്റ്റേറ്റ്, അങ്ങനെ 5-6 എസ്റ്റേറ്റുകളൊന്നും മർഫി സാഹിബിനുണ്ട്. ഇതെല്ലാം കൂടെ ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റാൻ വേണ്ടി, എന്നിട്ട് ലിമിറ്റഡ് കമ്പനിക്ക് ഷെയർ വിരിക്കാൻ വേണ്ടിയാണ് മർഫി സാഹിബ് അന്ന് ഇംഗ്ലണ്ടിൽ ഒറ്റ പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അങ്ങനെ ഷെയർ വിരിച്ചു കൊണ്ടുവന്നാണ് പിന്നെ മർഫി എക്സൈസ് ലിമിറ്റഡ് എന്നാക്കി ഇതിൻ്റെ പേര്. അപ്പം മുഖ്യ ഷെയർ ഹോൾഡർ മർഫി സാഹിബ് ആയതുകൊണ്ട് അങ്ങനെ ഡയറക്ടറായിട്ട് ഇരുന്നു. അങ്ങനെയാണ് 1930 മുതൽ നടന്നുകൊണ്ടിരുന്നത്. ആ അവസ്ഥ വന്നപ്പോഴാണ് ഈ അവസാനമായിട്ട് ഇങ്ങനെ അപ്പം മുഖ്യ ഷെയർ ഹോൾഡർ നടന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ യൂറോപ്യൻസ് ആയിരുന്നു ബാക്കി ഷെയർ ഹോൾഡേഴ്സ് എല്ലാം, അവരെല്ലാം ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി, മനസ്സിലായി. അപ്പോൾ അങ്ങനെ അതിനെ ഡിമാൻഡ് ചെയ്യുന്ന ആരും ഇല്ലാതെ വന്നപ്പോൾ കംപ്ലൈൻറ്റ് മർഫി സാഹിബിൻ്റെ വന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഇത് തൊഴിലാളികൾക്ക് വേണ്ടി എഴുതി വെക്കാൻ കാരണം. അപ്പോൾ ഈ സമരം മൂത്തപ്പോൾ ഇങ്ങനെ ഇത് വലിച്ചേറി കളഞ്ഞു വെച്ച് പിന്നെ അങ്ങേരുടെ ഷെയർ വിൽക്കുകയായിരുന്നു. മർഫി സാഹിബ് സത്യത്തിൽ അങ്ങേരുടെ ഷെയറാണ് പിന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അത് ഈ നാട്ടുകാരായ മുതലാളിമാർ, ഈ കാഞ്ഞിരപ്പള്ളി, പിന്നെ അതുപോലെ ഈ പൊട്ടംകുളം, ഇങ്ങനെയുള്ള കുറേ ഫാമിലിക്കാരെല്ലാം കൂടെ കൂടി ഒരു കമ്പനിയായിട്ട് മർഫി സാഹിബിൻ്റെ ഷെയർ 22 ലക്ഷം രൂപയ്ക്ക് അവർ മേടിക്കുന്നത്. അങ്ങനെ അവർക്ക് വിറ്റു. അപ്പോൾ ഒരു കണ്ടീഷൻ മർഫി സാഹിബ് വെച്ചു, മരിക്കുന്നവരെ ബംഗ്ലാവും 7 ഏക്കർ സ്ഥലവും സ്വതന്ത്രമായിട്ട് മർഫി സാഹിബിന് ഉപയോഗിക്കാം എന്നുള്ള കണ്ടീഷനിലാണ് വിൽക്കുന്നത്. അപ്പോൾ അത് കാരണം പുള്ളി പിന്നെ തോട്ടം ഹാൻഡ് ഓവർ ചെയ്താലും മർഫി സാഹിബ് അവിടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നു.
പിന്നെ വേറൊന്നുകൂടെ സംഭവിച്ചു. മർബി സാഹിബ് ഈ തോട്ടം വയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഫാദറിന് വന്ന 30 കൊല്ലത്തെ സർവീസുണ്ട് എൻ്റെ ഫാദറിന്. അപ്പം എൻ്റെ ഫാദറിൻ്റെ ഒരു ലെറ്റർ പുള്ളി കൊടുത്തു വിട്ടു. ഞാനിങ്ങനെ തോട്ടം ഹാൻഡ് ഓവർ ചെയ്യാൻ പോകണം. എൻ്റെ കൂടെ ദീർഘകാലം ജോലി ചെയ്ത നിന്നെ ഞാൻ തന്നെ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നു. താഴെ പറയുന്ന അവകാശങ്ങൾ തന്ന് നിന്നെ ഞാൻ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന അവകാശങ്ങൾ തന്നെ താഴെ പറഞ്ഞിരിക്കുക. പിന്നെ ഗ്രാറ്റുവിറ്റി നിയമപ്രകാരം അന്ന് 1 കൊല്ലത്തെ സർവീസിന് 1/2 മാസത്തെ ശമ്പളമാണ് ഗ്രാറ്റുവിറ്റി. നിനക്ക് ഞാൻ 2 മാസത്തെ ശമ്പളം 1 കൊല്ലത്തെ ഗ്രാറ്റുവിറ്റി. അപ്പം 30 കൊല്ലത്തെ സർവീസ് ഉള്ള നിനക്ക് 60 മാസത്തെ ശമ്പളം പിന്നെ ഗ്രാറ്റുവിറ്റി. അന്ന് ഇവിടുത്തെ ഹയസ്റ്റ് സാലറീഡ് പിന്നെ സ്റ്റാഫിൽ ഒരാളായിരുന്നു എൻ്റെ ഫാദർ. അന്ന് എൻ്റെ ഫാദറിന് 500 രൂപ ശമ്പളമുണ്ട്. അന്ന് ജില്ലാ കളക്ടർക്ക് എത്ര ശമ്പളം ഉണ്ടോ സംശയമാണ്. അന്നൊരു അധ്യാപനം 30 രൂപ ശമ്പളം. അപ്പോൾ 500 രൂപ എൻ്റെ ഫാദറിന് അന്ന് ശമ്പളമാണ്. അപ്പോൾ 60 മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു തുക വരും. പിന്നെ 1 കൊല്ലത്തേക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധി, ഒരു 1 ഇയർ ശമ്പളത്തോടു കൂടിയുള്ള അവധി. ആ തോട്ടത്തിലെ സർവേ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ക്വാർട്ടേഴ്സിൽ താമസിക്കുക. 1 കൊല്ലം കഴിഞ്ഞിട്ട് ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞാൽ മതി. ഇതായിരുന്നു ക്വാർട്ടേഴ്സ്. അതെ, ഒഴിഞ്ഞാൽ മതി. ഈ കണ്ടീഷനിൽ പിന്നെ നിന്നെ ഞാൻ പിരിച്ചുവിടാം. നിനക്ക് ഇഷ്ടമാണെങ്കിൽ റിസൈൻ ചെയ്യാം. ഇതിൽ കൂടുതൽ അവകാശം കിട്ടാം. അന്നേരം ഒപ്പിട്ട് റിസൈൻ ചെയ്തു. പിന്നെ ഇവിടെ ഈ ഒരു കൊല്ലം കഴിഞ്ഞ് മാറിയാൽ മതിയല്ലോ. ഇപ്പം ഞങ്ങൾ നാട്ടിൽ സ്ഥലമൊക്കെ അന്വേഷിക്കുക. ഇങ്ങനെ ഇരുന്നപ്പോഴേ 6 മാസം കഴിഞ്ഞ് വർമ്മസാഹിബ് മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോഴേ ഈ മേടിച്ചവർക്ക് ഒരു അക്കിടി പറ്റി. ഈ മേടിച്ചവർ ഈ പറഞ്ഞ പോലെ അവർക്കൊരു പ്രൈവറ്റ് ബാങ്ക് ഉണ്ടായിരുന്നു ഈ മുതലാളിമാർക്ക്. അത് ഈ പിന്നെ കാഞ്ഞിരപ്പള്ളിയിലാണ്. അതിൻ്റെ പേര് കോമൺവെൽത്ത് ബാങ്ക്. കോമൺവെൽത്ത് ബാങ്ക് എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി മുതലാളിമാരുടെ ഒരു ബാങ്കുണ്ട്. അപ്പോൾ ഈ മുതലാളിമാർ യഥേഷ്ടം ഓവർ ഡ്രാഫ്റ്റൊക്കെ എടുത്ത് അവരുടെ സ്വന്തം പോലെ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് സത്യത്തിൽ ഇവരുടെ മർബി സാഹിബിൻ്റെ കാശ് കൊടുക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഇവരുടെ ഗർഭപ്പഴയ്ക്ക് എന്താ പറ്റിയെന്നറിയാം. നെഹ്റു മന്ത്രിസഭയിൽ പിന്നെ മൊറാർജി ദേശായി ധനകാര്യമന്ത്രിയായിട്ട് വന്നു. മൊറാർജി സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ഗാന്ധിയനാണ്, മനസ്സിലായോ? അങ്ങനെ ധനകാര്യമന്ത്രിയായപ്പോൾ ആദ്യം ചെയ്തത് ഇന്ത്യയിലെ സർവ്വ പ്രൈവറ്റ് ബാങ്കുകളുടെ മേൽ റിസർവ് ബാങ്കിൻ്റെ കൺട്രോളുമുണ്ട്. അന്ന് വരെ റിസർവ് ബാങ്കിൻ്റെ കൺട്രോളൊന്നുമില്ല. അപ്പോൾ സർവ്വ പ്രൈവറ്റ് ബാങ്കുകളിലും റിസർവ് ബാങ്കിൻ്റെ കൺട്രോൾ വന്നപ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റ് എടുത്തൊക്കെ ഇത്ര ദിവസങ്ങൾ തിരിച്ചടയ്ക്കണമെന്ന് ഓർഡർ വന്നപ്പോൾ ഇവർക്ക് നിൽക്കിക്കള്ളി എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് കാശ്? ഒരു മാർഗമില്ല. അയാൾക്ക് സാഹിബ് മരിച്ചും പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ ആദ്യം റബ്ബർ ഏരിയ മുറിച്ച് വിൽക്കുക. റബ്ബർ ഏരിയ ആദ്യം മുറിച്ച് വിറ്റു. കുറേ കഴിഞ്ഞപ്പം പിന്നെ അങ്ങനെ അവരുടെ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് തിരിച്ചടിച്ചു. എന്നിട്ട് ബാങ്ക് പൊളിഞ്ഞു പോയി. അങ്ങനെയാണ് ഇത് മുറിച്ച് വിൽക്കാൻ കാരണം ഈ തോട്ടം. അത് കഴിഞ്ഞിങ്ങനെ അന്നേരം സമരമേ, ഇവർക്കൊന്നും ഇങ്ങോട്ട് കയറാൻ മേലാത്ത അവസ്ഥയായി. അന്ന് ഈ ഇന്നക്കുറ്റി അപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു എൻ്റെ ഈ ലിക്വിഡേറ്റർ. തോട്ടം പിന്നെ ഈ ലിമിറ്റഡ് കമ്പനിയായിട്ട് ലിക്വിഡേറ്റ് ചെയ്താലേ വിൽക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിക്വിഡേറ്ററായിട്ട് അവരുടെ പൊതുയോഗം തിരഞ്ഞെടുത്തിരിക്കുന്ന ഇരുന്നക്കുറ്റി അപ്പച്ചൻ എന്ന് പറയുന്ന ആളെ. എന്നിട്ട് ഈ ഇരുന്നക്കുറ്റി അപ്പച്ചനാണ് ഈ മുറിച്ച് വിറ്റവർക്കെല്ലാം ആധാരം കൊടുക്കുന്നത്. പഴയ ആധാരം എൻ്റെ ഇരിപ്പുണ്ട്, അത് വായിച്ചാൽ അതിനകത്ത് കുറേ ഹിസ്റ്ററി ഉണ്ട്. ആ ആധാരം പിന്നെ എല്ലാം ഇങ്ങനെ കൊടുത്തത് ഈ ലിക്വിഡേറ്ററാണ്. അങ്ങനെ വന്ന റബ്ബർ ഏരിയ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് തേയിലയോടെ വിറ്റാനുള്ള തോട്ടം പൂട്ടി നിൽക്കുന്നില്ല, നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ സമരമായി. അപ്പോൾ അത് തോട്ടം ആ തേമ്പഴ ഭാഗത്ത് ഇത്താക്കച്ചൻ എന്ന് പറഞ്ഞ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരോട് 15 ഏക്കർ തേയിലത്തോട്ടം അവിടെ മേടിച്ചു. അയാൾ അവിടെ അത് കൈവശപ്പെടുത്താൻ വന്നപ്പം ഇവിടുന്ന് തൊഴിലാളികൾ ജാത്തമായിട്ട് ചെന്ന് വന്നവനെല്ലാം പിന്നെ കത്തിയൊക്കെ കാണിച്ച് വിഴട്ടി ഓടിച്ചു. അങ്ങനെ ഇവർക്കാർക്കും ഇവിടെ കയറാൻ മേലാത്തൊരവസ്ഥ വന്നു. ഇങ്ങനെ കുറേ നാൾ കിടന്നിട്ടാണ് ബാക്കിയെല്ലാം മുറിച്ച് വയ്ക്കുന്നത്.
അപ്പോൾ ഈ മുറിച്ച് ഞങ്ങൾ ഒരു കൊല്ലത്തെ അവധിക്ക് ഇവിടെ താമസിക്കും. അപ്പോൾ ഇത് മുറിച്ച് വെച്ചിട്ട് താമസിച്ച വീട് ഇവിടെ ഞങ്ങൾ മേടിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോഴും ജനിച്ച വീട്ടിൽ. ഈ മൈക്കിൾ സാർ എങ്ങനെ വന്നേക്കുന്ന മൈക്കിൾ സാർ സത്യം പറഞ്ഞാൽ മൈക്കിൾ സാർ മർബിസാഹിബുമായിട്ട് ഒരു ബന്ധമില്ല. ഓരോരുത്തരും പറയും കള്ളുവേലിക്കാർ വിഷം കൊടുത്ത് പറഞ്ഞാൽ സാഹിബ് ചുമ്മാ പറയുക ഒരു കാര്യവുമില്ല. ഇപ്പം ഈ പുതിയ മുതലാളിമാർക്ക് ഇങ്ങോട്ട് കയറാൻ മേല കിടന്നപ്പം ഇങ്ങനെ അപ്പം ഇയാൾ ഭയങ്കര ഭാഗ്യമാണ് മൈക്കിൾ സാറേ. ഈ പിന്നെ ഇയാളെ കുട്ടിക്കാലം അമ്മച്ചി കൊട്ടാരമുണ്ട്, അതാരുടെയാണെന്നറിയാം. അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഈ പൊട്ടംകുളം ഫാമിലിയിൽ ഒരു ഭയങ്കര കഴിവുള്ള ഒരു മനുഷ്യൻ KV തോമസ് പൊട്ടംകുളം. പഴയ MLA അല്ല, KV തോമസ് പൊട്ടംകുളം എന്ന് പറഞ്ഞാൽ CV എസ്റ്റേറ്റ്. അയാളുടെ ബംഗ്ലാവിൽ നിന്നാൽ CV കടല് കാണാമെന്ന്. അന്നാണ് KV തോമസിന്റെ പ്രതാപകാലം. അപ്പൊ KV തോമസ് ഇവിടെ ഈ പിന്നെ ഈ വെട്ടിക്കാലത്ത് ഈ പിന്നെ സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് ഒരു വലിയ ഫാക്ടറി നടത്തി, ട്രാവൻകൂർ വുഡ് ആൻഡ് മെറ്റൽ വർക്സ് എന്നും പറഞ്ഞു. എന്നിട്ട് ഈ വാർ ആവശ്യത്തിനുള്ള ടെൻഡർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യായിരുന്നു. 24 മണിക്കൂറോടെ വർക്കായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു ഇംഗ്ലീഷ് മിഡിൽ സ്കൂളോടെ അവിടെ സ്ഥാപിച്ചു. ഞാനൊക്കെ അവിടെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നടന്ന ആ മിഡിൽ സ്കൂളിൽ പോയാണ് പഠിക്കുന്നത്. എന്നിട്ട് ഈ യുദ്ധം കഴിഞ്ഞപ്പം ആ വ്യവസായം പൂട്ടിപ്പോയി. മറ്റേ 24 മണിക്കൂർ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാക്ടറിയാണ്. അത് കാര്യമായിട്ട് ഈ ടെൻഡടിക്കാനുള്ള സാധനങ്ങളും അതിനുള്ള കൊട്ടുപടി ഇങ്ങനെയുള്ള പിന്നെ തടി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇവിടുത്തെ വനത്തിലെ എല്ലാം തടികളൊന്ന് ഈ ഫാക്ടറി കൊണ്ടുപോയി ബാറിന് വേണ്ടി പിന്നെ ഉപയോഗിക്കായിരുന്നു. എന്നിട്ട് അവിടുത്തെ അറപ്പൊടി താഴെ കുഴിയിലോട്ട് ഇട്ടിട്ട് അത് പൊങ്ങി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ സ്കൂൾ അവിടെ ഉള്ളപ്പോൾ എങ്ങനെ അബദ്ധത്തിൽ ആ അറപ്പൊടിക്ക് തീ പിടിച്ച് പുകയായി സ്കൂൾ വിട്ടു ഫാക്ടറി വിട്ടു എല്ലാം ഭയങ്കര കെടുത്താൻ മാർഗമില്ല. എൻ്റെ പിന്നെ അന്ന് പിന്നെ ജനറേറ്ററൊന്നും ഇല്ലാത്ത കാലം ഇഞ്ചൻ വെച്ച് വേണം പമ്പ് വെക്കും. ആ ആറ്റി ഇഞ്ചൻ വെച്ച് പമ്പ് വെച്ച് 6 മാസം പമ്പ് അടിച്ചിട്ടാണ് ആ അറപ്പൊടിയുടെ തീ കെടുത്തത്. അതുപോലെ മല പോലെ അറപ്പൊടി കിടക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്നിട്ട് ഇത് പറയാൻ കാരണം ഈ പിന്നെ വ്യവസായം എല്ലാം നിന്ന് കഴിഞ്ഞ് ഈ KV തോമസ് അയാൾ ഭയങ്കര ഐഡിയ ഉള്ളയാളാണ്. അയാൾക്ക് തോന്നി ഈ ടൂറിസം നല്ല ഫ്യൂച്ചറുള്ളതാണ്. അപ്പോൾ പുള്ളി ടൂറിസത്തിലോട്ട് മാറി, ടൂറിസം വ്യവസായം. എന്നിട്ട് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടൽ പുള്ളിയുടെ KV തോമസിൻ്റെ മസ്കറ്റ് ഹോട്ടൽ കേട്ടോ. എന്നിട്ട് പിന്നെ ഈ പിന്നെ കുട്ടിക്കാലത്തെ അമ്മച്ചിക്കൊട്ടാരം അന്ന് പിന്നെ രാജാവിൻ്റെ വകയാണ്. ഈ അമ്മച്ചിക്കൊട്ടാരം പിന്നെ രാജാവിനെ സ്വാധീനിച്ച് അതും പുള്ളി മേടിച്ചു ഈ ടൂറിസത്തിന് വേണ്ടി. എന്നിട്ട് ഈ ഇവിടെയില്ലേ വാഗമണ്ണ് കുരിശ്രമല ആശ്രമം, ആ സ്ഥലം KV തോമസിൻ്റെ ആയിരുന്നു. പുള്ളി ടൂറിസത്തിന് വേണ്ടി മേടിച്ചിട്ടതാണ്. പക്ഷേ ഈ പുള്ളി അന്ന് ഭയങ്കര പോയി പുള്ളി പാപ്പരടിച്ചു പിടിച്ചു നിൽക്കാൻ മേലാണ്. ഒടുക്കം പുള്ളി പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടാണ് മരിച്ചത്. അന്ന് ഇയാളെ വിഷമത്തിൽ കിടന്നപ്പം ബൈക്കിൽ നിന്ന് അത് ചുടുകയും കിട്ടിയ അമ്മച്ചിക്കൊട്ടാരം അടിച്ചു. മറ്റേ കുരിശുമല ആശ്രമക്കാർക്ക് വെച്ചു. KV തോമസിന്റെ സ്വന്തം സേവ്യങ്ങളെ പാല ബിഷപ്പിന് വെച്ചു. അങ്ങനെ അയാൾ തകർന്നു പോയി. പക്ഷെ ആ പ്രഗത്ഭന വ്യക്തിത്വത്തിന് ഇന്ന് ആരും അനുസ്മരിക്കുന്നില്ല. അത്ര പ്രഗത്ഭനാണ് KV തോമസ് പൊട്ടംകുളം കേട്ടോ. അപ്പം അതാണ് അവരുടെ ചരിത്രം. മൈക്കിൾ സാർ മൈക്കിൾ സാർ അപ്പം ഇങ്ങനെ ഇവിടെ കയറാൻ മേലാതിരുന്നപ്പോൾ പിന്നെ ഇവരെങ്ങനെയും ആരെങ്കിലും വന്നാൽ കൊടുത്തേക്കാം. അന്നേരം മൈക്കിളിന് 5 ലക്ഷം രൂപയ്ക്ക് ഏണ്ടയാർ ഇളങ്കാട് തേയിലേറിയ കംപ്ലീറ്റ് 2 ഫാക്ടറി എല്ലാം കൂടെ മൈക്കിളിന് 5 ലക്ഷം രൂപയ്ക്ക് കിട്ടിയ. അങ്ങനെ പുള്ളിക്ക് ചുളുവി കിട്ടിയത്. അന്ന് 5 ലക്ഷം മോശമല്ല, എന്നാലും അന്നത്തെ വിലയ്ക്ക് ഭയങ്കര ഗോളടിച്ചതാണ്. അങ്ങനെ പുള്ളി യാദൃച്ഛമായിട്ടാണ് മൈക്കിൾ ഈ സ്ഥലം എടുക്കുന്നത്. എന്നിട്ട് മൈക്കിളാണ് വന്ന് വീണ്ടും പിന്നെ ഈ തൊഴിലാളിയെല്ലാം വിളിച്ചു കൂട്ടി ആ ഫാക്ടറിയുടെ അവിടെ ആരും അവിടെ പോയി നിന്ന് അവർക്കുന്നു. ഞങ്ങളിത് നടത്താൻ പോകില്ല, ഞങ്ങൾ സമരമൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് അങ്ങനെ മൈക്കിളാണ് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും ഫാക്ടറി തുടങ്ങി. വീണ്ടും തുടങ്ങി. ടീ ഫാക്ടറി തുടങ്ങി.
പിന്നെ റബ്ബർ അന്ന് ഏരിയ വിറ്റുപോയ കാരണം ഈ TRRT നിന്നൊക്കെ റബ്ബർ മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഫാക്ടറി വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ മൈക്കിൾ കുറേ കാലം നടത്തി. അങ്ങനെ 1970 വരെ മൈക്കിൾ 58 മുതൽ 70 വരെ മൈക്കിൾ നടത്തി. അതിനിടയ്ക്ക് മൈക്കിളുണ്ടായ അക്കിടിയോടെ പറയും. ഈ മർബി സാഹിബിനോട് സംരംഭിച്ച കൃഷ്ണപ്പൻ ലീഡർഷിപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണപ്പന് വേറൊരു ഗുണമുണ്ടാകും. പുള്ളി ഈ തൊഴിലാളികൾക്ക് വേണ്ടി ത്യാഗബുദ്ധിയോടെ പെരുമാറി. യാതൊന്നും പുള്ളി സമ്പാദിച്ചില്ല. ബാക്കി നേതാക്കന്മാരൊക്കെ ഒത്തിരി സമ്പാദിച്ചു, ഇയാൾക്ക് കൊടുത്തിട്ട് പോലും മേടിച്ചില്ല. അങ്ങനെ ഇയാളെ ഈ ഇല്ലായ്മക്കാരനായിട്ട് അന്നം കിടന്നു. അപ്പം അങ്ങനെ വന്നപ്പം മൈക്കിള് കുറേ ആൾ തോട്ടം നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ തേയിലയുടെ വില കണ്ടവാനും കുറഞ്ഞപ്പോൾ പുള്ളിക്കൊരു ഐഡിയ വന്നു റബ്ബർ പ്ലാന്റ് ചെയ്തേക്കാൻ. അപ്പം ബാക്കി TRRTയിലെല്ലാം അങ്ങനെ റബ്ബർ പ്ലാന്റ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ മൈക്കിൾ ഇവിടെ റബ്ബർ പ്ലാന്റ് ചെയ്യാൻ തുടങ്ങിയപ്പം യൂണിയൻകാർ എതിർത്തു. റബ്ബർ പ്ലാന്റ് ചെയ്താൽ ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമെന്നും പറഞ്ഞ് മുട്ടാൻ സമരമായി. ആ സമരം ഇങ്ങനെ മൂത്തിരിക്കുമ്പോഴാണ് പിന്നെ ഈ മൈക്കിളിൻ്റെ ഫാദർ പാപ്പച്ചേട്ടൻ എന്ന് പറയും, കള്ളുവേലി പാപ്പച്ചേട്ടൻ. അപ്പോൾ പുള്ളി ഈ ഞങ്ങളുടെ ഈ മതപരമായ ഈ കുമ്പസാരം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അപ്പോൾ ഈ കൈപ്പമ്പിളാക്കൽ അച്ഛൻ എന്നും പറഞ്ഞ ഫേമസ്. അപ്പോൾ ഈ ഇയാളുടെ കുമ്പസാരക്കാരനായിരുന്നു ഈ അച്ഛൻ, മൈക്കിളിൻ്റെ ഫാദറിൻ്റെ. അപ്പോൾ ഈ അച്ഛൻ്റെ സ്ഥാപനങ്ങളായി ഈ മഠവും ഈ അനാഥ മന്ദിരങ്ങൾ. അന്ന് പാലായിൽ അങ്ങനെ കൊണ്ട് ബോയ്സ് ടൗണ്, ഗേൾസ് ടൗണ് എന്നൊക്കെ പറഞ്ഞ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പം ഈ മൈക്കിളിൻ്റെ ഫാദറിനെ സ്വാധീനിച്ചിട്ട് ഈ അച്ഛൻ ഇവിടെ ഒരു 15 ഏക്കർ സ്ഥലം എല്ലാം കൂടെ മൈക്കിളിനോട് സംഭാവനയായിട്ട് മേടിച്ചു മഠത്തിന് വേണ്ടി. ഇപ്പം ആ സ്ഥലത്താണ് മഠ. അങ്ങനെ മഠത്തിന് സ്ഥലം കൂടെ കൊടുത്ത് ഇവിടെ സമരവും കൂടെ വന്നപ്പോൾ മുട്ടം ബഹളമായി. അപ്പം ഈ മഠം ഉദ്ഘാടനം ചെയ്തതായിട്ട് പാലാ ബിഷപ്പും മൈക്കിളിൻ്റെ അപ്പനും ഇവിടുത്തെ പ്രമുഖന്മാർ പൗരന്മാരെല്ലാം കൂടെ ഏന്തയാറ്റി വന്നു ഈ മഠം ഉദ്ഘാടനം ചെയ്യാൻ. അന്ന് ഈ ഏന്തയാറ്റിലെ ഒരു കടമുറിയുടെ തിണ്ണ വെച്ചൊരു പുതിയ ബിഷപ്പിന് സ്വീകരണവും ഒക്കെ വെച്ചു. ഇപ്പം അവിടെയൊക്കെ ബിൽഡിങ്ങെല്ലാം പുതുക്കിപ്പെടുന്നത്. അപ്പോൾ ആ വരാന്ത വെച്ച് രോഗം നടന്നുകൊണ്ടിരിക്കുക. അന്നേരമാണ് ഈ തൊഴിലാളികളുടെ ഒരു ജാഥ അയച്ചുകൊണ്ട് വരിക. കള്ളുവയലിൽ മുള്ളുവേലി തൊഴിലാളികളെ വഞ്ചിച്ചവൻ ഗോവായിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം എത്ര ഗോവായിക്കുന്നൊക്കെ പറഞ്ഞു ഭയങ്കര. ഈ മൈക്കിളിൻ്റെ അപ്പൻ ഇതിൽ വരെ ഒരു ഷെയിം വരാൻ ബിഷപ്പിനെയൊക്കെ കൊണ്ടുവന്ന് അവമാനിച്ചു. അപ്പം അന്ന് രാത്രി മൈക്കിളിനെ ഫോണിൽ വിളിച്ചിട്ട് അപ്പം പറഞ്ഞു തോട്ടം ഇനി നടത്തണ്ട, എൻ്റെ തോട്ടം ഇനി നടത്തണ്ടെന്ന്. അങ്ങനെയാണ് മൈക്കിൾ നിർത്താൻ കാരണം. എല്ലാ സൗഭാഗ്യങ്ങളും സമരത്തിലൂടെയാണ് നശിപ്പിച്ചത്. അതെ. അപ്പം അങ്ങനെ പിന്നെ മൈക്കിള് തോട്ടം നിർത്തി. അതിൻ്റെ പേര് ഒത്തിരി സമരം നടന്നു. അതെല്ലാം സെറ്റിൽ ചെയ്ത ഒത്തിരി പേരെ തൊഴിലാളികളെ ഇളങ്കാട്ടിലോട്ട് ഒക്കെ മാറ്റി കുറേ പേർക്ക് ഇവിടെ കൊടുത്തു. അങ്ങനെ സെറ്റിൽ ചെയ്ത് ബാക്കി മുഴുവൻ മുറിച്ചു വിട്ടു. അങ്ങനെയാണ് അതിൻ്റെ നാട്ടിൻപുറമായിട്ട് മാറുന്നത്. അതെ, മർബി സാഹിബിന്റെ സ്വപ്നമായിരുന്നെങ്കിൽ ഇത് തൊഴിലാളികളുടെ ഒരു എസ്റ്റേറ്റായിട്ട് ഒരു ട്രസ്റ്റായിട്ട് ഇത് കൊണ്ടു നടന്നുകൊണ്ടിരുന്നു. മർബി സാഹിബ് ഇതാ എഴുതി വെച്ചു. അത് വലിച്ചേറി കളഞ്ഞു. മർബി സാഹിബ് വേറെ വിൽപ്പത്രം എഴുതി. എന്നിട്ട് യാസ്മിനോളാൻ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി പിന്നെ അന്ന് ആലപ്പുഴയാണ്. അന്ന് തിരുവിതാംകൂറും കൊച്ചിയും പിന്നെ അന്ന് ആലപ്പുഴയാണ് നമ്മളെ മുഖ്യ തുറമുഖം. മനസ്സിലായോ? അപ്പം യാസ്മിനോളാൻ കമ്പനിയുടെ പിന്നെ MD അങ്ങേരെ യാസ്മിനോളാൻ കമ്പനി ഏന്തയാറിൻ്റെ മാനേജിങ് ഏജൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ പിന്നെ എക്സ്പോർട്ട് ചെയ്യുക, ഇങ്ങോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുതരിക, ഇതിൻ്റെ എല്ലാം കോൺട്രാക്റ്റ് ഇവർക്ക് യാസ്മിനോളാൻ കമ്പനി. എന്നിട്ട് ഒടുക്കം പുള്ളി എഴുതിയ പിന്നെ വിൽപ്പത്രം ഈ യാസ്മിനോളാൻ കമ്പനി മാനേജരെ ഏൽപ്പിച്ചിരുന്നു. എൻ്റെ പവർ ഓഫ് അറ്റോർണി യാസ്മിനോളാൻ കമ്പനിയുടെ MD ആയിരുന്നു. അപ്പോൾ മർബി സാഹിബ് മരിച്ചു കഴിഞ്ഞ് ഈ യാസ്മിനോളാൻ കമ്പനിയുടെ മാനേജർ ബംഗ്ലാവിൽ വന്ന് അന്നത്തെ സ്റ്റാഫിനെയും പിന്നെ കൂലിക്കാരെ അവിടെ വിളിച്ചു കൂട്ടി പരസ്യമായിട്ട് അവസാനത്തെ വിൽപ്പത്രം വായിച്ച് കേൾപ്പിച്ചു. ഞാനും പയ്യനായോണ്ട് ഞാനും അവിടെ പോയി ഇത് കേട്ടതാണ്. വായിച്ച് കേട്ടപ്പോൾ സാഹിബിൻ്റെ സർവ്വ ബാധ്യതകളും കഴിഞ്ഞിട്ട് ഒരു 12.5 ലക്ഷം രൂപ ബാക്കിയുണ്ടായിരുന്നു, മിച്ചമുണ്ട്. ആ 12.5 ലക്ഷം രൂപ ഇങ്ങേരുടെ ഒരു കസിൻ സിസ്റ്റർ ഒരു മഠത്തിലമ്മ ഇംഗ്ലണ്ടിലെങ്ങാണ്ട് അവരുടെ പേരിലാണ് എഴുതി വെച്ചത്.
ഇത് പരസ്യമായിട്ട് വായിച്ചതാണ്. എന്നിട്ട് തൊഴിലാളിയൊക്കെ ആണ്ട് ഉരുട്ടി കിട്ടുമെന്ന് അവിടെ കൂടി അവിടെ കിടന്ന് ഒടുക്കെ കരിഞ്ഞു പിരിഞ്ഞെല്ലാം പോയി. ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒടുക്കം ഈ അവരെ കോണ്ടാക്ട് ചെയ്ത് ഈ പറഞ്ഞ കസിൻ സിസ്റ്ററിനെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അന്ന് ഇന്ത്യ കുറേ ദരിദ്ര രാജ്യമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യ പോലുള്ളൊരു ദരിദ്ര രാജ്യത്തിൽ കാശിങ്ങോട്ട് വേണ്ട, അത് അവിടെ തന്നെ ഏതേലും കാര്യത്തിന് ഉപയോഗിച്ചോളാൻ പറഞ്ഞ് അവരത് മേടിച്ചില്ല. അത്രയും വിവരം എനിക്കറിയാം. ആ പൈസ കൊണ്ടായിരിക്കാം പിന്നീട്. അല്ല, അത് ഊഹം, അതൊന്നും പുറത്താരും പറഞ്ഞിട്ടില്ല. അതിന് മൈക്കിൾ ഇവിടുന്ന് ഇംഗ്ലണ്ടിലൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് സാഹിബിന്റെ ആരെയും കണ്ടില്ല എന്നൊക്കെ ഇവിടെ പറച്ചില്ല. ഏതായാലും മൈക്കിൾ റോട്ടറൊക്കെ നിർത്തി എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സ്കൂള് തുടങ്ങുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഊഹിക്കാവുന്ന ഒരു ഇത് ഈ കാശ് ഈ പുള്ളിയുടെ വന്ന് കാണും. അല്ല, ഈ പൈസ പൊതുവായ എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുള്ളൂ എന്നൊരു കണ്ടീഷന്റെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു പൊതുസ്ഥാപനം വരുവാൻ വേണ്ടിയാണ് ഈ മഫ്തി സ്കൂൾ വന്നു ഒരു ചെറിയ കഥ വേറെ ഉണ്ട്. അതല്ല, ഇവിടെ മർഫി സ്കൂള് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പാപ്പമ്മമാരോട് 35 തുടങ്ങി. സ്വന്തം അപ്പന്റെ പേര് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ തുടങ്ങി. അപ്പൊ ഈ പൈസ എടുക്കാൻ വേണ്ടിയാണ് ഈ സ്കൂൾ തുടങ്ങിയത്. കാരണം ഈ സ്കൂള് പൈസ എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പൊതുസ്ഥാപനം വേണം. അതിനുവേണ്ടി ഈ പൈസ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 12.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കോടികളാ, പമ്പം കോടികളാ അല്ലേ? ജോലിയൊന്നും ഞാൻ കാര്യമായിട്ട് ചെയ്തില്ല. പല ജോലി ചെയ്തു എന്നുള്ളത്. കാരണം എൻ്റെ ബ്രദർ ഒരാളുണ്ട്, നിങ്ങളറിയാലോ, മറ്റേ അപ്പയ്ക്കറിയാം, പാപ്പച്ചൻ എന്ന് പറയും. പുള്ളി ചെറുപ്പം മുതലേ ഒളിച്ചോട്ടും ഓട്ടവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി അവസാനം ഇവിടുന്ന് പോയപ്പോ എന്റെ സർട്ടിഫിക്കറ്റ് പുള്ളി മരിച്ചുപോയി. വെല്ലൂരായിരുന്നു, തമിഴ്നാട്ടിലെ വെല്ലൂരാണ്. അവിടുത്തെ കല്യാണം കഴിച്ച് അവിടെ ജീവിക്കുകയായിരുന്നു. ഞാൻ കേസിനൊന്നും പോയില്ല, എന്നെ സഹോദരനോട് അവിടെ ജീവിച്ചോട്ടെന്ന് ചോദിച്ചാൽ. അപ്പൊ അത് കാരണം എനിക്കൊരു ഏജ് സർട്ടിഫിക്കറ്റ് കിട്ടണ പോലെ ഏതൊരു ഡോക്ടറെ കാണണം. ഒരു റെക്കോർഡും ഇല്ല. സർവ്വചരിത്രം ഉണ്ടെങ്കിലും നമ്മുടെ ചരിത്രമില്ല. അതാ നമുക്ക്. അപ്പൊ ഞാൻ ഏതാണ്ടിൽ അടിച്ചു പോകാൻ കാരണം ഇതാ. ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തു. അപ്പൊ എനിക്ക് ഇത് പുതുമയല്ല, കാരണം റബ്ബർ ബോർഡ് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററി. ദൂരദർശൻകാർ വന്നില്ലേ? ദൂരദർശൻകാർ വന്നായിരുന്നല്ലേ? അതെ അതെ, ഈയിടെ ദൂരദർശൻകാർ വന്നു. ഇതിന്റെ ഒരു ചരിത്രം സാഹിബ് എടുത്തോളൂ. ചരിത്രങ്ങൾ പറഞ്ഞു. അന്ന് എന്റെ ഫാദർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഫോട്ടോ കിട്ടിയോ? അച്ഛനാ എന്റെ ഫാദർ. ഇത് എന്റെ ഫാദർ. ഞാനൊക്കെ 46 എന്ന് പറഞ്ഞാൽ എനിക്കത് 11 വയസ്സേ ഉള്ളൂ. ഇത് മർഫി സാഹിബ്. അന്ന് മർഫി സാഹിബിന് ഒരു 75 വയസ്സായാലും കാണും. അത്രയുണ്ട് ആ സമയത്ത്, അത്രയുണ്ടല്ലേ? അന്ന് 10-75 വയസ്സുണ്ട്. ഉണ്ട്. പിന്നെ ഇത് ബ്രൂക്ക് സാഹിബ് എന്ന് പറയും. ബ്രൂക്ക് സാഹിബ്. ഈ ബ്രൂക്ക് സാഹിബിന്റെ ഒരു സെന്റ് ഓഫ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ കുറെ ആൾ മാനേജരായിട്ടുണ്ട്. ഈ മർഫി ഇംഗ്ലണ്ടിന് പോയെന്ന് പറഞ്ഞില്ല, ഷെയർ വിരിക്കുക. അന്ന് ഈ ബ്രൂക്ക് സാഹിബിനെ എസ്റ്റേറ്റ് ഏൽപ്പിച്ചിട്ടാണ് പോയി. അപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ ഈ ബ്രൂക്ക് സാഹിബ് പട്ടാളത്തിൽ പോയി. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ബ്രൂക്ക് സാഹിബ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായി ഏന്തയാറ്റിൽ കൊണ്ട് ജോലി ചെയ്ത ജോലിക്കാരുടെ കൂടെ സെൻഡോഫ് കൊടുത്തിട്ട് ഫോട്ടോ. അപ്പം അന്നത്തെ സ്റ്റാഫ് മെയിനായിട്ടുള്ളത് തോമസ് റൈറ്റർ, എളങ്കാട് ഫീൽഡ് കണ്ടക്ടർ, VK തോമസ്, ടി മേക്കർ, PK കുര്യൻ വള്ളത്തുശ്ശേരി, ഫീൽഡ് കണ്ടക്ടർ ഏന്തയാർ, മിസ്റ്റർ ബ്രൂക്ക് സാഹിബ്,
മിസ്റ്റർ ജെ മർഫി, ആ PM കുര്യൻ, ആ N രാമൻ നായർ ഡോക്ടർ. PM കുര്യൻ പുത്തേട്ട് മംഗലമടമാണോ? അല്ല, ആ പുത്തേട്ട് മംഗലമടം പിന്നെ എൻ്റെ ഫാദർ, ആ പിന്നെ PK തോമസ്. DK തോമസ്. ആ ആ ഓക്കെ ഓക്കെ. മനസ്സിലായി. ആ പിന്നെ ഈ PM കുര്യൻ പിന്നെ റബ്ബർ മേക്കർ, ആ ആ N രാമൻ നായർ ഡോക്ടർ, ആ അസിസ്റ്റന്റ് ഫീൽഡ് കണ്ടക്ടർ ശങ്കുണ്ണ റൈറ്റർ, ഉം, ഉം, ഓവൻ റോഡ്രിക്സ് ഉം, ഉം, പിന്നെ എഞ്ചിൻ ഡ്രൈവർ, ഉം, ദേവസ്യ ബട്ട്ലർ, ഉം, അങ്ങനെ സാഹിബ് വിളിച്ചിരുന്ന പിന്നെ ബാനർജി ബട്ട്ലർ എന്ന്. ഉം, ഇത് CK കുട്ടി, ഉം, കാർ ഡ്രൈവർ, ഉം, ജോസഫ് റൈറ്റർ, ഉം. KV തമ്പാൻ. ഗാന്ധിയാറുകാരൻ തന്നെയാണ് അല്ലെ? ഇപ്പം നിലവിൽ ഗാന്ധിയിലുള്ള ആളാ? അല്ലെ, ഉള്ള മക്കള്? പുള്ളിയുടെ മകനുണ്ടല്ലോ ഇവിടെ, തമ്പാൻ റോയ് എന്നും ആ പറഞ്ഞു. ആ ആ പിന്നെ ഇത് പിന്നെ CK അയ്യർ, ആ CK അയ്യർ പിന്നെ കമ്പൗണ്ടർ, ആ കമ്പൗണ്ടർ. അവിടെ നമ്മുടെ ശശിസാറിന്റെ ഡോക്ടറുടെ കൂടെയുള്ള പിന്നെ കമ്പൗണ്ടർ. അമ്പലത്തിന്റെ ഇപ്പുറത്തെ വീടല്ലേ? അതെ അതെ, ആ ആ അത് തന്നെ, കമ്പൗണ്ടർ കുട്ടി സാറ്. അത് തന്നെ, അത് തന്നെ ആ വീട്. ആ, ആ. പിന്നെ ഇത് PP ശ്രീധരൻ, അസിസ്റ്റന്റ് ചീഫ് മേക്കർ, ആ, തലശ്ശേരി. ഇത് അബ്ദുള്ള മേസ്ത്രി. ഉം. ഇത് പേര് മറന്നുപോയി. ഉം, ഇത് ഒക്കെ എളങ്കാട്. ഇത് തലവർഷങ്ങാണി, ഉം, ഉം, കങ്കലാങ്കങ്ങാടി, ഉം, ചെല്ലങ്കങ്ങാണി. ഉം. ഇത്രയേ ഉള്ളൂ, ഓർമ്മയുള്ളൂ. ആ ഓക്കെ ഓക്കെ. അതെ വലിയ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വല്യച്ഛൻ ഇങ്ങനെ നല്ല ഓർമ്മയില്ല. ആ കൊച്ചു പോകുന്നെന്ന് പറയുന്നത്. അറിയപ്പെട്ടിരുന്ന ചക്കയ്ക്ക് പോകുന്ന ആ ആ ആ മനസ്സിലായോ? ഒരു പ്രത്യേകത, ആ ഈ ആണുങ്ങളെ എല്ലാം പെണ്ണുങ്ങളുടെ പേര് കൂടിയാണ്. അറിയത്തുള്ളൂ. ആ വെല്ലുപാട് പേര് ചക്കീന്നാ. മീനാക്ഷി തങ്കലാൻ, ആ പിന്നെ ചക്കി ഗോവിന്ദ്. ആ അപ്പൊ അവിടെ പിന്നെ ഒരു ഫെമിനിൻ പിന്നെ ആ മുൻഗണനയാണ്. ആ ആ നമ്മൾ സാധാരണ മിസ്സസ് തോമസ് എന്നോ അല്ലെങ്കിൽ മിസ്സസ് പിന്നെ രാമൻ നായർ എന്ന് പറയുന്നതിന് പകരം നേരെ തിരിച്ചാ അവർ പറഞ്ഞു. അപ്പം അച്ഛനെ നല്ലോണം അറിയാം. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സല്ലേ. ആ ആ ഞങ്ങളൊക്കെ ഇവിടെ നാടകങ്ങൾക്ക് പ്രൈസൊക്കെ മേടിച്ചിട്ടുള്ളൂ. ആ വലിയെന്താ വലിയെന്താ? ആ ഇളങ്കണ്ടി നമുക്ക് സ്ഥലം കിട്ടിയില്ല. ഇല്ല ഇല്ല ഇല്ല. അച്ഛനെ ഇടയ്ക്ക് പോയായിരുന്നല്ലോ, ഒരു കറക്കം കറങ്ങിയില്ലായിരുന്നോ? അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഞാൻ ചോദിച്ചാൽ ലാസ്റ്റ് ചോദിച്ചൊരു ചോദ്യം, ഭാസ്കറിന്റെ ഒരു മോൻ ലോട്ടറി വെക്കുന്നുണ്ടായിരുന്നില്ല, അവൻ എന്ത് ചെയ്തു? അത് തന്നെയാണോ